ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ബീഫ് ബിന്ദാലു, അതായത് ഒരു ഗോവൽ ഡിഷാണ്. നമ്മുടെ ഗോവയിലുണ്ട ഒരു ഡിഷാണ് ബീഫ് ബിന്ദാലു എന്ന് പറയുന്നത്. നമ്മുടെ കല്യാണങ്ങൾക്കും ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം ഈ അപ്പത്തിന്റെ കൂടെ, പാലപ്പത്തിന്റെ കൂടെ, ചോറിന്റെ കൂടെ, കപ്പയുടെ കൂടെ എല്ലാം കിട്ടുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. പക്ഷെ എല്ലാവരും ചിന്ത എന്നാ അറിയോ, ഈ സാധനം നമ്മുടെ കേരളത്തിലെ ഒരു ബീഫ് കറിയാണെന്നുള്ള വിജയം, നമ്മുടെ ഒരു രുചിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണത്. അന്നേരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ തന്നെ ബീഫ് ബിന്ദാലു. യെസ്. അന്നേരം നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാണേ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് കണ്ടോ, നമ്മുടെ വറ്റൽ മുളക്, കടുക്, ജീരകം, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട. പിന്നെ വേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് നമ്മുടെ ബീഫിലേക്ക് അതിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ച് അതിരിക്കണം. ഒന്നെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം, അല്ല നമുക്ക് മാറ്റി മൂടി വെച്ച് അത് കഴിഞ്ഞാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അന്നേരം നമുക്കതിൻ്റെ ഇത് അരച്ചെടുക്കുന്ന പരിപാടിയിലിട്ട് പോകാം. അന്നേരം നമ്മുടെ മിക്സിയുടെ ജാർ ഇതാണ്. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. നമുക്കേ വറ്റൽമുളകിനേക്കാളും കുറച്ചും കൂടെ കളറ് തോന്നുന്നത് നമുക്ക് പിരിയമുളകാണ്. നമ്മൾ പക്ഷെ പിരിയമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് വറ്റൽമുളകും പിന്നെ നമ്മുടെ കറുകാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് പതുക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കുന്ന പരിപാടിയാണ്. അതായത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ, നമ്മൾ കടുക് പൊട്ടിക്കുന്ന പരിപാടി ഈ കറിക്കില്ല. അതാണ് ഇതിന്റെ വേറെ പരിപാടി. പിന്നെ ഇതുപോലെ കുറച്ച് മഞ്ഞളല്ലോ വെളുത്തുള്ളി ഇതാണ്. ഇഞ്ചി ഉണ്ടോ, ഇഞ്ചി ഇങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി ഇങ്ങനെ അങ്ങ് മുറിച്ചിടുക. നല്ല കട്ടി ഇടുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി ഉണ്ട്, വിനാഗിരി തേണ്ട ഇങ്ങനെ ഇത് അരയ്ക്കാൻ പാകത്തിന്. വിനാഗിരിയുടെ പുളിയും മുളകിന്റെ ടേസ്റ്റുമാണ് ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞത്. അന്നേരം നമ്മൾ ഇതിഞ്ഞ് അടച്ചു വെച്ചിട്ട് അരക്കുകയാണ് കേട്ടോ. നമ്മുടെ മിക്സിയിലേക്ക് ഇത് വെക്കുക. നന്നായിട്ട് നല്ല പേസ്റ്റ് ആവുന്നവരെ നമുക്ക് അരച്ചെടുക്കാം. നോക്കാം എങ്ങനെയായെന്ന്. ഈ പരുവായുള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നല്ല പേസ്റ്റ് ആക്കി എടുക്കാവേ. ഇതാണ് നമ്മുടെ പേസ്റ്റിന്റെ പരുവം. ഇനി നമുക്കിത് ബീഫിലേക്ക് ഇട്ട് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കാം. കഴിഞ്ഞുകൊണ്ടേ നന്നായിട്ട് കഴുകിയ ബീഫാണ്. ഇതിലേക്ക് ഇത് പുരട്ടുക. ഉണ്ടോ, ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത്, മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ജസ്റ്റ് കേട്ടോ ഒഴിച്ചു ഇട്ടു. ഉപ്പും കൂടെ ഒന്ന് എടുത്തേ. ഉപ്പിട്ടെ പീസ് ആഴപ്പി കൊണ്ടോട്ടോ, ഇച്ചോട്ടോ. മതി. താഴെ പോകുന്നു ഓരോ കഷ്ണങ്ങൾ. അങ്ങനെ ഓരോ കഷ്ണം വിലപ്പെട്ടതല്ലേ, താഴെ കളയാൻ പറ്റുകയല്ലോ. ഇപ്പൊ ഉപ്പ് നോക്കണമെങ്കിൽ ഉപ്പ് ഇങ്ങനെ നോക്കാം കേട്ടോ. ഇതിപ്പോ ഇതൊരു വേറൊരു മണമാണ് ഇപ്പം നമുക്ക് കേൾക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഒരു മസാലയുടെ മണമല്ല.
അന്നേരം നമുക്ക് കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അന്നേരം നമ്മുടെ പരിപാടി വീണ്ടും തുടങ്ങുവാണ്. നമ്മൾ കുക്കറിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. അന്നേരം നമ്മുടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ എടുത്ത് ആ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എടി നീ ഇല്ലടി കുറച്ച് സവോളെ ഒന്ന് കൊത്തി അരിഞ്ഞേ, നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ നമ്മളെ ഒരു 4 മതി, 4 5 ആണെങ്കിലും കുഴപ്പമില്ല. അന്നേരം കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളു. നമുക്കിതൊരു 3-4 വിസിലടിച്ച് നമുക്കിതെടുക്കാം. ആദ്യം നമ്മുടെ ഇതങ്ങ് ഗ്യാസ് കത്തിച്ചങ്ങ് കൊടുക്കാം. ഓ, ഗ്യാസിന്റെ ആ പവർ കൊണ്ടേ അത് കെട്ടുപോയി. അങ്ങനെ കത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കുക്കർ അങ്ങോട്ട് കയറ്റി വെച്ച് അടിക്കുക. ഒരു 4-5 വിസിലടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം. എന്നിട്ട് അത് സവോള വഴറ്റി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. നമ്മളന്നേരം സവാള വഴറ്റാനുള്ള പരിപാടി നോക്കുക. എന്നിട്ട് നമ്മൾ 4 സവാള എടുത്തേക്കുന്നത് ഉണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ ഗോവക്കാരൊന്നും കറിവേപ്പില ചേർക്കുന്ന പരിപാടിയില്ല. നമ്മുടെ കേരളത്തിൽ വരുമ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മൾ കറിവേപ്പില നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണല്ലോ. നമ്മൾ കറിക്കെല്ലാം ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പിന്നെ ചേർക്കുന്ന എനിക്കൊന്ന് കറിവേപ്പിലയാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്നും ഇടുന്നുണ്ടേ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാത്രം കഴിക്കുമോ. നമ്മൾ പാം ഓയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. സൺ ഓയിൽ തീർന്നാൽ സൺ ഓയിലോ പാം ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. നമ്മൾ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മുടെ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. കൂടെ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നാലും നമ്മുടെ ബീഫ് വെന്തപ്പം ഉപ്പ് ചേർത്തായിരുന്നു, കുറച്ചും കൂടെ ഉപ്പ് വേണം. അന്നേരം ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അതും കൂടെ കൂട്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കേട്ടോ, അത് നമ്മുടെ സവാള നല്ലതായിട്ട് വഴറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടോ ബീഫ് ഇതുണ്ടോ, നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. എന്ത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ നമുക്ക് അധികം വെള്ളമില്ല, കാരണം നമ്മൾ ബീഫ് വേകാൻ നേരത്ത് ഒരുപാട് വെള്ളം വെക്കാഞ്ഞുകൊണ്ട് ഇതിന് നമുക്ക് അധികം വെള്ളമില്ല. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ചെറു തീര് ഇതൊന്ന് നിൽക്കട്ടെ, ഇതൊന്ന് മിക്സ് ആകട്ടെ, മിക്സ് ആയിക്കോട്ടെ. ഇത് നമ്മുടെ ബിന്ദാലു നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേട്ടെ കുറച്ചൊരു പഞ്ചസാര, നമ്മുടെ മസാല എല്ലാം ഒന്ന് നല്ലതായിട്ട് പിടിച്ചോട്ടെ. അതിനുവേണ്ടി കുറച്ച് പഞ്ചസാര ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. നമുക്കിത് പ്രധാനമായിട്ട് ഇത് കഴിക്കുന്നേ ഇതുണ്ടോ, നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെയോ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാവുന്നൊരു ബീഫിൻ്റെ ഒരു ഐറ്റമാണ്. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ,
ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിയും പിന്നെ എരിവുമാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ്. നമുക്ക് ഏതായാലും ഉണ്ടാക്കിയാൽ പോരല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ മസാല നോക്കാം. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എരിവുണ്ട്, പുളിയുണ്ട്, നല്ല സൂപ്പറാണ്. അപ്പം നമ്മുടെ ബിന്ദാലു റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ സാധാരണ ബീഫ് കറിയും ബീഫ് റോസ്റ്റും എല്ലാം വെക്കുന്നതാണ്. ഇതും കൂടെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വലിയ മസാലകളൊന്നും കൂടുതലായിട്ടൊന്നും വേണ്ട. നമുക്ക് ആരും ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ രുചി ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി ഇതാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, അല്ല ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് കൂടെ പറഞ്ഞേ. ഓക്കെ.